വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ രഹസ്യമൊഴി നൽകാൻ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മധ്യപ്രദേശ് പോലീസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് പെൺകുട്ടി. എന്നാൽ ഇതിനു മുൻപ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകാനാണ് നീക്കം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, മധ്യപ്രദേശിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടെ തുടരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ തിരികെ പോയി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ രഹസ്യമൊഴി ഇപ്പോൾ പെൺകുട്ടി നൽകാൻ ഇരിക്കുന്നു എന്ന് അറിയുന്നു. എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഈ മൊഴി നൽകുക? പ്രവിത, മധ്യപ്രദേശ് പോലീസ് കഴിഞ്ഞ 2 ദിവസം കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അവർ തിരികെ പോയി എന്ന് ഈ പെൺകുട്ടിക്കൊപ്പമുള്ള ആളുകളെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അതവർ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം ഈ പെൺകുട്ടിയുടെയും ഈ ഫർമാന്റെയും മൊഴി രേഖപ്പെടുത്തണമെന്ന നിലപാടിൽ ഉറച്ചാണ് മധ്യപ്രദേശ് പോലീസ് എത്തിയത്. പക്ഷേ അവർക്ക് ഇവരെ കണ്ടെത്താനായില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രാപ്പാണോ ഈ മടങ്ങിപ്പോയി എന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് അവർക്കൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നമുക്ക് പോലീസിൽ നിന്ന്, കൊച്ചി പോലീസിനും അത്തരത്തിലൊരു വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാൽ പോലും ഇവർ വിളിച്ചറിയിച്ചത് മടങ്ങിപ്പോയി എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രഹസ്യമൊഴി നൽകാൻ ഈ പെൺകുട്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യമായി വേണ്ടത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പെൺകുട്ടി തനിക്ക് 18 വയസ്സായി എന്നും തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ചില പരാതികൾ പോലീസിൽ നൽകിയിട്ടുണ്ട്. ആ പരാതിയിന്മേൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസാണ് സാധാരണഗതിയിൽ രഹസ്യമൊഴിക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കേസ് എടുക്കുകയും പിന്നീട് രഹസ്യമൊഴിയിലേക്ക് പോകുമോ എന്നുള്ളതുമാണ് ഏറെ ശ്രദ്ധേയം. പെൺകുട്ടി പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ അതിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങേറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല. പ്രത്യേകിച്ച് കോടതിക്ക് മുമ്പാകെ ഇരിക്കുന്നൊരു കേസ് കൂടിയാണ്. ഈ ഫർമാന്റെ ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് മെയ് 20 വരെ പോലീസ് കോടതി തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മധ്യപ്രദേശ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങിപ്പോകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതും എന്നാണ് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ കേരള പോലീസ് എടുക്കുന്ന നിലപാടായിരിക്കും ഇതിലേറെ നിർണായകം. പെൺകുട്ടിയുടെ പരാതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചാൽ മാത്രമാണ് ഈ കേസിൽ തുടർചലനങ്ങൾ ഉണ്ടാകുകയുള്ളൂ. പ്രവിത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.